ഫുട്ബോൾ ഫാൻസിനായി താനൂർ സ്വദേശി രാജു ജോർജ് ഒരുക്കിയ തീം സോങ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കാൽപന്ത് കളിയുടെ പൂരം തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ജൂലൈ 1-നാണ് വൺ പ്ലാനറ്റ് വൺ ബാറ്റിൽ എന്ന തീം സോങ് റിലീസ് ചെയ്തത്. ഫുട്ബോൾ ആവേശത്തെ വാനോളം ഉയർത്തിയ ഈ തീം സോങ് 3 ദിവസമെടുത്താണ് തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തത്. ഫുട്ബോൾ ആവേശത്തെ അലയടിപ്പിക്കുന്ന ഫുട്ബോൾ ഫാൻസിനായി വരികളും ഈണവും ഒത്തിണങ്ങിയ ഒരു കിടിലൻ സോങ്ങാണ് ഇതിനോടകം ശ്രദ്ധേയമായത്. താനൂർ സ്വദേശി രാജു ജോർജാണ് വൺ പ്ലാനറ്റ് വൺ ബാറ്റിൽ എന്ന തീം സോങ് ഒരുക്കിയത്. രാജു ജോർജ് തന്നെയാണ് രചനയും സംഗീതവും നിർവഹിച്ചിട്ടുള്ളത്. Rule the ground, mind the fear, return like an army. The rhythm of fled light. Come like a jockey. Rule the ground, mind the fear, return like an army. The rhythm of fled light. 2026 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു സോങ് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്ത് വൺ പ്ലാനറ്റ് വൺ ബാറ്റിൽ നിന്നാണ്. ഇപ്പോൾ അത് കുഴപ്പമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സോങ്ങിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ ഹാർമണി മ്യൂസിക് സ്കൂളിന് ഇതെൻ്റെ താനൂരുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു പാട്ടിൻ്റെ തുടക്കം നമ്മൾ ആലോചിക്കുന്നത്. ഇവരാണ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഞാനും ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സോങ് ഇറക്കിയിട്ടുള്ളത്. ഫുട്ബോളിലെ വർഗവിവേചനവും വിവേചനത്തിന് അതീതമായി ഒന്നിപ്പിക്കുന്നത് ഫുട്ബോളാണെന്നും രാജു ജോർജ് വരികളിൽ തുറന്നു കാട്ടുന്നു. 3 ദിവസമെടുത്താണ് തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിലും പരിസരത്തുമായി ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. രാജു ജോർജും താനൂർ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് ആർട്സുമാണ് നിർമ്മാതാക്കൾ. മെയിനായിട്ട് ഇതിന് വേണ്ടിയിരുന്നത് ഫണ്ടാണ്. ആ ഫണ്ട് കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇതിൻ്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള മ്യൂസിക് സ്കൂളിൻ്റെ പ്രൊപ്പറേറ്റർ രാജേഷ് ഇല്ലത്താണ്. പിന്നെ ഇവിടെ നമ്മുടെ കൂടെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരും പഠിക്കുന്ന ആൾക്കാരും ആയിട്ട് മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള താനൂരിലുള്ള ഒരുപാട് ആൾക്കാരാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സോങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മളെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടിയിട്ട് തീം സോങ് ആയിട്ട് 2-3 സോങ് ഞാനിതിനെ മുന്നേ ഇറക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്രാവശ്യം വേൾഡ് കപ്പ് വന്നപ്പം ഇങ്ങനെ പുതിയൊരു സോങ് ഇറക്കാനുള്ളൊരു പ്ലാനുമായിട്ട് ഞാൻ രാജേഷിനെ സമീപിച്ചതും അതിൻ്റെ വഴിയായിട്ടാണ് ഈ സോങ് ഉണ്ടായതൊക്കെ. പിന്നെ ഇതിൽ വയലിൻ ഒരു പോർഷൻ വായിച്ചിട്ടുള്ളത് സെഫിൻ ഫരീദ് തിരൂരുള്ള ഒരു വയലിനിസ്റ്റാണ്. പുള്ളിയുടെ ഫ്ലാറ്റിൽ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് നമ്മൾ മൂവ് ചെയ്തതൊക്കെ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ്. ഇതിന് ലിറിക്സ് മ്യൂസിക് ഞാൻ തന്നെ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് പാടിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമായിട്ടുള്ള തീർത്ഥ സത്യനും പ്ലേബാക്ക് സിംഗർ ആൽഫിയാണ്. ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് ആർട്സിൽ തന്നെയാണ് പരിശീലനം പൂർത്തീകരിച്ചത്. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം തീർത്ഥ സത്യനും ആൽഫിനുമാണ് ഗാനം ആലപിച്ചത്. പ്രോഗ്രാമിംഗ് റോയ് ജോർജും റാം തെക്കിൽ ഡയറക്ഷൻ നിർവഹിച്ചു. സൽമാൻ ഫാരിസാണ് ക്യാമറ നിർവഹിച്ചത്. ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ ഹിറ്റ് ഗാനമായ ലജ്ജാവതിയുടെ ഇംഗ്ലീഷ് ലിറിക്സ് ഒരുക്കി ശ്രദ്ധേയനായ രാജു ജോർജ് ഒരുക്കിയ ഈ തീം സോങ് ഫുട്ബോൾ ഫാൻസ് ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. നിരവധി സൂപ്പർ ലീഗ് തീം സോങ്ങും ആൽബങ്ങളും കവർ സോങ്ങും രാജു ജോർജ് ഒരുക്കിയിട്ടുണ്ട്. രാജു ജോർജിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും.